നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ഷാജൻ ചേട്ടാ ആൻഡ് പ്രചോദേട്ടാ. നമസ്കാരം. എനർജി അല്ലേ? പിന്നെ സെറ്റ് അല്ലേ? ഫുൾ ഓൺ. കൊല്ലത്തുനിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. കൊല്ലം മുഖത്തല തൃക്കോവിൽ വട്ടം അവിടുത്തെ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാരാണ്. നല്ല ഗൈഡ് കൊടുക്കാം. ആദ്യത്തെ സ്കിറ്റ് ഇറക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഇവരുടെ വീഡിയോ വരുമ്പോ ഇപ്പൊ പ്രേക്ഷകർ ഒരുപാട് പേര് വന്ന് കമന്റ് ചെയ്യുന്നു. നമ്മൾ സാധാരണ ഓരോ പേരിട്ട് കൊടുക്കുമല്ലോ. ഇത് പ്രേക്ഷകരിട്ട പേര് അവർക്ക്. ടീം കോട്ടയം. ഓക്കെ, കോട്ടയം ടീമാണ് വരുന്നത്. വിളിക്കട്ടെ. വിഷ്ണു, അമൽ, ബാസ്റ്റി. എപ്പിസോഡ് ഒച്ച കറങ്ങിട്ട് കേട്ടില്ല. 10 വർഷം മുമ്പ് കൺട്രോൾ റൂമിൽ അരുണാണോടാ. എടാ, നിനക്ക് എന്തേലും എന്നെ വിളിച്ച് പറയാനുണ്ടെങ്കിൽ എന്റെ ഫോണിൽ വിളിച്ചു വരണം. നീ ഈ സാധനത്തിനകത്തിരുന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇതൊരു ചടങ്ങ് പോലെ കൂടെ കൊണ്ട് നടക്കുക കേട്ടടാ. എന്നെ ഇത് ഹിമക്കരടിയോ? താൻ എന്നോട് ഈ കോമഡി വേഷത്തിൽ സാർ തണുപ്പടിച്ച പനി പിടിക്കുന്ന അമ്മച്ചി പറഞ്ഞു. എന്ന് വെച്ചാൽ ഹിമാലയത്തിനടിയില്ല ഡ്യൂട്ടിക്ക് നിൽക്കുന്നത്. ഹിമാലയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ സാറിനോട് കാര്യം ചോദിക്കാണ്ടിരിക്കുവായിരുന്നു. സാർ ഇന്നലെ ലോക ബലൂൺ ദിനമായിരുന്നു. ബലൂൺ ദിനോ? സാറിന്റെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് കണ്ടു ഒരു ബലൂൺ വന്ന് കടലിൽ വന്ന് വീഴുന്നത്. ഇന്ത്യക്ക് അഭിമാനമായ സുനിത വില്യംസ് വന്നിറങ്ങിയത് നീ ഒന്നും അല്ലാണ്ടാക്കി കളഞ്ഞല്ലോ. ബലൂൺ ദിനം അല്ലേ? ഈ സുനിത ചേച്ചി ഉടപ്പതാ. എടാ, സുനിത ചേച്ചി ഈ 100 രൂപയ്ക്ക് ചാളം മേടിക്കാൻ പോയതാ. തിരിച്ചു വന്നപ്പോ ഓട്ടോ കിട്ടിയില്ല. അതുകൊണ്ട് ബലൂണിൽ കൊണ്ടിറക്കി. നിന്റെ നെഞ്ചിലെ കല്ലിറങ്ങിയോ? ഭയങ്കര ദേഷ്യത്തില്ല സാർ, വല്ലാണ്ട് ദേഷ്യത്തില്ല. എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകം നിനക്കറിയാമോ? ശിശുദിനം അല്ലേ? ഓഹോ, അല്ലേ? രാവിലെ എന്റെ വീട്ടിൽ വന്ന് 2 പ്ലേറ്റ് ചോറും അതിനകത്ത കറി കൂട്ടിക്കൊഴിച്ച് നിന്ന് ഒരു പടല പഴം കുത്തിക്കെട്ടിട്ട് പറയാൻ പറ്റില്ലടാ മങ്കിക്കാപ്പ് ഇന്നെന്റെ കല്യാണാണെന്ന്. ബാക്കിയുള്ളവൻ ആശിച്ചും മോഷിച്ചും കാട്ടിച്ചും മൂട്ടിച്ചും അല്ലേ? ബാക്കിയുള്ളവൻ ബാക്കിയുള്ളവൻ കൊതിച്ചൊരു കല്യാണം കഴിച്ചതാ. അവളാണെങ്കിൽ ന്യൂസിലൻഡിൽ നേഴ്സ്. രാവിലെ 6 മണി എടുത്ത ഫ്ലൈറ്റിൽ അവള് കയറി പോകും. എന്നെ പിടിച്ച് ഡ്യൂട്ടി കിട്ടേക്കണം. സാർ വെളുപ്പിനെ 3 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്യൂട്ടി പോകാനോ? സാരമില്ല. എന്തോന്നും സാരിയില്ല. ഇതൊരു മാതിരി ലോട്ടറി അടിച്ചിട്ട് വാങ്ങിയത് കാശിയായിരുന്നു പറയണ പോലെ. അതിനിടയ്ക്ക് സാറ് ലോട്ടറി അടിച്ചു. അടിച്ചാ ലോട്ടറി അടിച്ച കാര്യമാണോ ഞാൻ പറഞ്ഞത്? സാറില്ല ഇപ്പൊ ലോട്ടറി അടിച്ചതിനോട് പറഞ്ഞു. ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ ലോട്ടറി അടിച്ചതാണല്ലോ. ലോട്ടറി അടിച്ചു പറഞ്ഞാൽ ലോട്ടറി അടിച്ചെന്നല്ലേ? ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ ലോട്ടറി അടിച്ചതാണല്ലോ. എപ്പോഴാണ് ലോട്ടറി അടിച്ചു പറഞ്ഞ ലോട്ടറി അടിച്ചെന്നറിയാ? എന്റെ കുട്ടിക്കാടമ്മേ, കാശ് കൊടുത്താൽ കുറച്ച് തലച്ചോറ് കിട്ടുമായിരുന്നെങ്കിൽ യമനത് മേടിച്ചു വെച്ച് കൊടുക്കായിരുന്നു. എന്റെ പൊന്നി പൈസ ദേവത്തോടത്ത് താൻ വിട്ടില്ല കേട്ടോ. അല്ല സാർ, ചെറിയൊരു സംശയം. സാർ എടുത്ത് കാരുണ്യ ലോട്ടറി ആണോ അതോ വിൻവിൻ ആണോ? വരത്തെറിയാൻ പറയൂ. വേണ്ട, ഒന്നാമത്തെ മനുഷ്യന് പൊളിഞ്ഞ് പൊട്ടി നിൽക്കുക. താൻ ദേവത്തോടത്ത് എന്നോട് മിണ്ടാൻ നിൽക്കില്ലേ? എത്ര വണ്ടി പിടിച്ചോ? നിന്റെ വായിൽ പഴാണോ? എത്ര വണ്ടി പിടിച്ചത്? സത്യം പറയണ, നീ റോട്ടിൽ കൂടെ സിപ്പപ്പ് കുടിച്ചു കിടന്നപ്പോ മന്ത്രി നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് പോലീസ് എനിക്ക് ജോലി കിട്ടിയത്. അന്നാ നിന്നോട് PSC ചോദിച്ചത് മോട്ടു മൊയിലിന് വഴി കണ്ടുപിടിച്ചു കൊടുക്കാനാ. അല്ലെങ്കിൽ നീ എങ്ങനെയാടാ ജയിക്കുന്നത്? നീ എങ്ങനെയാ സാർ? ഒരു മാതിരി തോന്നുന്ന ദിവസം പറയരുത്. നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്ത് പരീക്ഷ ജീവിച്ചൊരു പയ്യന്റെ മാമൻ വിളിക്കണം. മാമനൊക്കെ എന്നെ എടുക്കാൻ വേണ്ടിട്ട്. മാമാ, ഹലോ മോനെ മാമനാ. പറഞ്ഞേ മോനെ, മോന്റെ ഭാര്യ നാളെ സ്വിറ്റ്സർലൻഡ് അങ്ങോട്ട് പോവല്ലേ? അപ്പൊ മോന്റെ ലൗകിക ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാമനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. മോന്റെ അയ്യോട് മോൻ ചെന്ന് ചോദിക്കണം, മോനും സ്വിറ്റ്സർലൻഡ് അങ്ങോട്ടേക്ക് പോവാൻ സമ്മതിക്കുമോന്ന്. എന്നാ മോനെ നെല്ലിരിക്കുന്ന സൗണ്ട്? ഞാൻ പിന്നെ വിളിക്കാം. അമ്മയുടെ ആങ്ങളെ പിള്ളേരെ തമ്പയ്ക്ക് വിളിക്കായിരുന്നു. സ്വിറ്റ്സർലൻഡിലേക്ക് ട്രാൻസ്ഫർ കിട്ടും. എന്തുവാടോ? വയർലെസ് ഇത് ഒരുപാടുണ്ടല്ലോ. ഈ വയർലെസ് ആണ്. ആകാശവാണി. കരിയിലകൾ മൂടിയ വഴിത്തര നാടകം സമാപിച്ചു.
ഒരു എസ്ഐയുടെ വയർലെസ്സിൽ നിന്ന് കേൾക്കണതാ വയലും വീടും. നല്ല രസമുണ്ടല്ലേ? അന്ന് താളം പിടിക്കാൻ അതങ്ങ് ഓഫ് ചെയ്ത് വെക്കണം. സാറ് വന്നപ്പോ തൊട്ട് ഭയങ്കര ചൂടാട്ടോ. അത്ര ചൂട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ ഒരു മുട്ട പൊട്ടിച്ച് എന്റെ തലയിൽ അങ്ങട് നിനക്ക് ബുൾസ ഉണ്ടാക്കി തിന്നാലും. സാർ എന്നോട് ക്ഷമിക്കണം. എന്താ അതിന് എന്റെ കയ്യിൽ മുട്ടയും മുട്ടയുടെ കാര്യമുണ്ടോ ഞാൻ പറഞ്ഞത്? മുട്ടയുടെ കാര്യം പറഞ്ഞു. എങ്ങനെ പറഞ്ഞാലും മുട്ട എന്ന് പറഞ്ഞ മുട്ട എന്നർത്ഥം. ഒരു മിനിറ്റ് വാടാ ഇവിടെ വാ. അവിടുന്ന് മേലിട്ട് പോ. അനിക്കുട്ടനെ കൊണ്ടോ കുടിച്ചോ കുടിച്ചോ. അല്ല സാർ എന്താ കാണിക്കുന്നത് മനസ്സിലായില്ല. പേനിന് വഴി പറഞ്ഞു കൊടുക്കുവാടാ. എന്തിന്? നിന്നെ എന്തേലും പറഞ്ഞ് മനസ്സിലാക്കണേനും ഭേദം ആ തലയിരിക്കുന്ന പേനിന് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുവാണെങ്കിൽ അതെങ്കിലും ഇച്ചിരി ചോര കുടിക്കുമല്ലോ. നീ എന്നാടാ ഒളിച്ചു നിൽക്കണേ? IG പോയില്ലേ, സല്യൂട്ട് അടിച്ചതാ. IG ഏതാ ആംബുലൻസ് ഏതാന്ന് ശിലായുഗ പോലീസിനെയൊക്കെ പിടിച്ചാലോ? അല്ല സാർ, നീല ലൈറ്റും സൗണ്ടും കേട്ടപ്പോൾ ഞാൻ IG ആണെന്ന് വിചാരിച്ചു. പള്ളിയിൽ നീല ലൈറ്റുണ്ടോ? അവിടെ കുർബാന നടത്തുന്ന അല്ലേ? വിവരദോഷി, നിനക്ക് എന്തേലും ബുദ്ധി ബോധമുണ്ടോടാ? അതിന്റെ തൊണ്ടയിൽ ഡ്രില്ലർ ഇരിക്കുന്നു. ഞാൻ എന്റെ കരച്ചിലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാ. സാർ എന്നെ ഇട്ട അല്ലെങ്കിൽ എന്നെ വല്ല പിങ്ക് പോലീസിനും കൊണ്ടേ കൊടുത്തൂടെ? സാറിനെ പറഞ്ഞു കേട്ടാ തോന്നുന്നു IG-യോട് പറഞ്ഞിട്ട് ഞാനാണ് സാറിനെ ഫസ്റ്റ് എയ്ഡ് പിടിപ്പിക്കാത്തുള്ളത്. ഇല്ല, എനിക്കറിയേണ്ട കാര്യമില്ലല്ലോ. എപ്പോ മുതൽ എന്നോട് കരയില്ല മഞ്ജുന്ന കരയല്ലേ? ഇത് താത്തിയിട് കേട്ടോ. അന്നേരം കണ്ണു പോയി. എന്ത് ജീവിയാണ് ഞാൻ? SI ആണോ അംഗനവാടിയിലായാണോ? ഇതിലും കഷ്ടാ പോലീസ് സ്റ്റേഷനില്. അണ്ടൊരു മഞ്ഞ ചോക്കോബാറല്ലേ നടന്നു പോകണം? മനുഷ്യനാണോ? ആരാ? കാശുള്ള വീട്ടിലെ പയ്യനാ കേട്ടോ. അങ്ങനെ സാറിന് മനസ്സിലായി. യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ താടിച്ചത് വെച്ചാൽ വന്നോ? ഒരു മിനിറ്റ്. അയ്യോ ആണ്ടെ, സാറുമാരൊക്കെ എന്റെ വീട്ടില് PC റിപ്പീറ്റ്. ഇപ്പൊ വന്നോ? അയ്യോ എന്നെ തല്ലിയാ? എന്നെ തല്ലിയാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എങ്ങാനും എന്നെ തല്ലിയ ഞാൻ ആരാന്ന് നിങ്ങൾ അറിയും. അയ്യോ, ദിൽക്ക് രാജ്, കണ്ണങ്കര കോളനി, രാത്രിമുഖി PO, ഫോൺ നമ്പർ 8606911613. ഞാൻ പറഞ്ഞല്ലേ എന്നെ തൊട്ടാ ഞാൻ ആരാന്ന് അറിയുന്നത്. നീ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കണത്? എന്റെ പൊന്നു സാറേ, ഒന്നും പറയണ്ട. എന്തായാലും പറയണല്ല, പ്രൊഡ്യൂസർ കാശേരിയല്ല. പറയാം. എന്റെ പൊന്നു സാറേ, എനിക്കൊരു വലിയ അസുഖമുണ്ട്. എന്തോ സുഖം? ഉറക്കത്തി രാത്രി ഈ തലവണ കെട്ടിപ്പിടിച്ച് അങ്ങ് ഇറങ്ങി പോകുന്നു. എനിക്കറിയാം. എന്നാ? ഓമനാമ പോലീസ്. ഓമനാമ്പുലിസോ? കറക്റ്റ്. എടാ നിന്റെ വീട് എവിടെയാടാ? സാറേ, എന്റെ വീട് കളിയിക്കാവിളയിലാ. താനീ വണ്ടി എവിടെ കൊണ്ടാണോ നിർത്തിയിട്ടത്? കോട്ടയം കഞ്ഞിക്കുടിയിലല്ലേ? എടാ, വന്ദേ ഭാരതിൽ വന്നവരെ 2 മണിക്കൂർ എടുക്കൂടാ. പിന്നെ എങ്ങനെയാണ് ഇത്ര നേരത്തെ നടന്നു വന്ന്? സത്യം വേണം, കഴിഞ്ഞ വിഷുവിന് അങ്ങനെ നടന്നു തുടങ്ങിയതാണോ? അല്ല, ഇതെന്റെ രോഗത്തിന്റെ ഭാഗമാ. എന്റെ രോഗത്തിന്റെ ഭാഗം. മുട്ട നിക്കടാ സാറേ, ഇന്ന് ഞാൻ കല്യാണം കഴിച്ച ഭാര്യ. പൊന്നേ എന്നെ മുത്തേ. മോളെ ചൈനാണേ പറഞ്ഞേ. ഫസ്റ്റ് നൈറ്റ് ആയിട്ട് ചേട്ടൻ ഇത് എവിടെ പോയതാ? എന്ത് ചെയ്യാനാ, ഒരു പോലീസുകാരനായി പോയില്ലേ. നൈറ്റ് പട്രോളിങ്ങിന് വന്നതാ. ഈ നൈറ്റ് തന്നെ എന്തിനാ ചേട്ടാ പെട്രോൾ മേടിക്കാൻ പോയത്? രാവിലെ പോയാ പോരായിരുന്നോ? മോൾ ഈ പറഞ്ഞ സാധനം 3 മിനിറ്റ് ശേഷം ഞങ്ങൾ നിന്ന് അനുഭവിക്കും. അപ്പൊ ആരും ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായില്ല. ഒന്നുമില്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ പോണേന്റെ സാധനമെങ്കിലും മോൾ അടിക്കുക കേട്ടോ. എന്താ ചെയ്യണോ? ചേട്ടൻ ഒട്ടും റൊമാൻറ്റിക് അല്ല. ഞാൻ എങ്ങനെ റൊമാൻറ്റിക് ആവും? ചക്കപ്പുറത്ത് മണിയണീച്ചിരിക്കുന്ന പോലെയല്ലേ കല്യാണത്തിന് ബന്ധുക്കളെ ഒന്ന് വീട്ടിരിക്കുന്നത്. ഞാൻ നല്ല റൊമാൻറ്റിക്കാ. സാറേ, 1500 രൂപ നല്ലൊരു ഡിസ്പ്ലേ ഇടപെടരുത്. പവിഴം പോൽ പവിഴാങ്കണം പോൽ. ഞാനിങ്ങനെ കിടന്ന് അളിയാറൊന്നുമില്ല കേട്ടോ. സുമുഖം പോൽ അങ്ങനെയല്ലല്ലോ. പവിഴം പോൽ പവിഴാങ്കണം ചുടുചുംബനങ്ങൾ അറിയാല. എനിക്കൊരു ചാൻസ് തരാമോ? ബാക്കി അറിയാം, പഠിക്കോ. പവിഴം പോൽ പവിഴാതര
വരുമ്പോൾ മുകുളം വീരിയും നീന്ത. ടോപ്പ് സിംഗറിന്റെ ഗ്രൂമിങ് കഴിഞ്ഞെങ്കിൽ എന്റെ ഭാര്യനൊന്ന് തിരിച്ചു തരാം. ഒരു പാട്ട് കൂടി പാടിക്കൊടുക്ക. പൊന്നാ ചേട്ടൻ പിന്നെ വിളിക്കാം. സാറേ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ മറന്നുപോയി. സാറിന് സാറിന്റെ ഭാര്യയോട് ഭയങ്കര ആത്മാർത്ഥമായ സ്നേഹമല്ലയോ? ഭയങ്കര സ്നേഹം. ആണോ? ഞാൻ ഈ ആത്മാർത്ഥ സ്നേഹത്തിന്റെ കൂടെയാ. ആണല്ലേ? അതെ. ഈ പുള്ളിക്ക് ആത്മാർത്ഥ സ്നേഹം പറയാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഈ പുള്ളി ഇങ്ങനെ ഇരിക്കും നമ്മൾ പൊങ്ങണമെന്ന് പറയണല്ലോ, ഇത് പറയാൻ പറ്റൂല. അവർ പോട്ടെ. സാർ, ചെറിയൊരു സംശയം. ഇന്നത്തെ കാലത്ത് ശരിക്കും ആത്മാർത്ഥ പ്രണയമുണ്ടോ? അയ്യോ, ആത്മാർത്ഥ പ്രണയം ഉണ്ടോന്നോ? അതൊക്കെ എന്റെ കൂട്ടുകാരൻ സുധി അവന്റെ കാമുകി ശാലിനിയെ രാത്രിക്ക് രാത്രി വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്ന് എന്നിട്ട് അവന്റെ കൂട്ടുകാരൻ ബാബുവിന്റെ വീട്ടിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് ശാലിനിയുടെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു, മോളെ നമുക്ക് ജീവിക്കാൻ ജോലി വേണം, ചേട്ടൻ ജോലി അന്വേഷിച്ചിട്ട് വരാനും. അങ്ങനെ സുധി അവിടുന്ന് പോയിട്ട് 25 വർഷമായി, ഇതുവരെ ആയിട്ട് തിരിച്ചു വന്നിട്ടില്ല. ഇല്ല ഇല്ല. അപ്പൊ ശാലിനി, അവിടെയാണ് ശാലിനിയുടെ ആത്മാർത്ഥ സ്നേഹം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇപ്പോഴും സുധി വന്ന് വിളിച്ച ബാബുവിന്റെ 8 മക്കളെ ഉപേക്ഷിച്ച് സുധിയുടെ കൂടെ ഇറങ്ങി പോകുന്ന അവള് പറഞ്ഞേക്കുന്നത് ആത്മാർത്ഥമല്ല സ്നേഹം. ഞാൻ നിന്നെ എങ്ങനെയാണ് നിർത്തിയത്? ഞാൻ കാണിച്ചു തരാം. നിക്കടാ സാറേ, നിക്കടാ നിക്കടാ. നിന്നെ നിന്റെ പോക്കറ്റിലൊക്കെ ഒന്നുമില്ല. നിന്റെ പോക്കറ്റിൽ എന്താ എന്താ കാണിച്ചടാ. ജന്നാണിത്? ഇത് അത്ഭുത മിഷനാ. അത്ഭുത മെഷീനോ? അതെങ്ങനെ മനസ്സിലായി? ഞാനും എന്റെ ഭാര്യയും കൂടി ഇന്നലെ ആശുപത്രി പോയായിരുന്നു. അപ്പൊ അവിടുന്ന് കിട്ടിയ അത്ഭുത മിഷൻ ഇത്. അതെങ്ങനെ നിനക്ക് മനസ്സിലായെന്ന്? സാറേ, ഡോക്ടർ ഇത് അവളുടെ വായി കുറച്ചു നേരം വെച്ചു കൊടുത്തപ്പോ അവൾ ഉണ്ടായിരുന്നു. സാറേ, എടാ വെണ്ടേമണിയാ, ഇത് തെർമാമീറ്റർ ആടാ. നിങ്ങൾക്ക് ഇത് തെർമാമീറ്റർ, എനിക്കിത് അത്ഭുത മിഷനാ. നീ ഈ അത്ഭുത മിഷന്റെ സാധനം അടിച്ചത് കൊണ്ട് നീ നാളെ ആരെങ്കിലും വിളിച്ച് സ്റ്റേഷനിൽ പോയാൽ മതി. അയ്യോ, എനിക്ക് നാളെ സ്റ്റേഷനിൽ വരാൻ പറ്റത്തില്ല. സാറേ, എനിക്ക് നാളെ അമ്പലം വരെ ഒന്ന് പോകണം. എന്നെ എടുക്കാനായിട്ട്? എനിക്ക് ഭയങ്കര സർപ്പദോഷമുണ്ട് സാറേ. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഇന്നലെ രാത്രി ഞാൻ ഏണിയും പാമ്പും കളിച്ചോണ്ടിരുന്നപ്പോ എന്നെ പാമ്പ് വീഴും. നല്ലൊരു ദിവസമായിട്ട് തല്ലണ്ടല്ലോ 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 വെക്കുമ്പോ ഈ വെണ്ടയമണിയൻ ചോദിച്ചു മേടിക്കും. നിനക്ക് എത്ര വയസ്സുണ്ടാ? 32. എടാ 28ാമത്തെ വയസ്സിൽ ഞാൻ എസ് ഐ ആയടാ. 28ാമത്തെ വയസ്സിൽ ആ നിൽക്കുന്ന ചില്ലലമാരാ 10 വയസ്സാണ് ബുദ്ധിയിലെങ്കിലും അവൻ പി സി ആടാ. ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോടാ? എന്തെങ്കിലും ലക്ഷ്യമുണ്ടോടാ? എടാ ഇങ്ങനെ നറുകിച്ച് ജീവിക്കണേക്കാൾ നല്ല പോയി ആത്മഹത്യ ചെയ്യണോടാ. എന്നാ പറഞ്ഞേ? പോയി ആത്മഹത്യ ചെയ്യണം. ഇനി ഒന്നും പറയരുത്. ഇനി എന്നാ ചെയ്യണമെന്ന് എനിക്കറിയാം. കണ്ടോ, ഞാനാ തെറ്റുകാരൻ. എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്റെ അച്ഛനെ ഒന്ന് വിളിക്കണം. എന്തൊക്കെ ആഗ്രഹമല്ലേ നിന്റെ അച്ഛൻ? എന്റെ അച്ഛനെ ഒന്ന് വിളിക്കണം. ഫോൺ തന്നു. പാസ്വേഡ് 1 2 3. പറഞ്ഞത് നന്നായി, ഭയങ്കര ടഫ് പാസ്വേഡ്. ഹലോ പപ്പ, ഇത് പപ്പയുടെ മകനാ ദിൽക്കു. എനിക്ക് എന്റെ തെറ്റുകൾ മനസ്സിലായി പപ്പ. എന്റെ കണ്ണ് തുറപ്പിക്കാൻ കാരണക്കാരനെ ഒരാളുണ്ട്, കോട്ടയം എസ് ഐ. എന്നാ സാറേ പേര്? അരുൺ എസ് ഐ. വരുൺ ഐസ്ക്രീം. അപ്പൊ അച്ഛനോട് ഞാൻ സങ്കടത്തോടെ ഒരു കാര്യം പറയട്ടെ. അച്ഛന്റെ മകൻ മരിക്കാൻ പോവാണ്. അതുകൊണ്ട് എന്റെ ഫോണിലോട്ട് വിളിക്കരുത്, കിട്ടത്തില്ല. ഇനി എന്തെങ്കിലും എന്നെ പറ്റി അറിയണമെങ്കിൽ ഈ വർണ്ണസയുടെ ഫോണിലോട്ട് വിളിക്കണം. ഇനി എന്റെ കാര്യം പുള്ളിയാ. ഓക്കെ ബൈ. 3 മണിയാടാ. ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകൂടാ, വൈഫിന്റെ അടുത്തേക്ക് പോകൂടാ. സാർ എവിടെ പോണ്? അതിനാ അവൻ ചത്തുപോന്ന് വിളിച്ചു പറഞ്ഞ സാറിന്റെ ഫോണിന്ന്. എന്നാ പറയണേ? ഇനി അവൻ എന്ത് പറ്റിയാലും മൊത്തം ഉത്തരവാദിത്തം സാറിനായിരിക്കും. മക്കളെ കണ്ണ എന്തിനാടാ മരിക്കണത്? സാറേ, ഞാൻ മരിക്കും. മരിക്കണ്ടടാ സാറേ, ഇതെന്നാ സാറ് കണ്ടോ? ഹായ് മിൽക്ക് മെയ്ഡ് വിഷക്കുപ്പി. എന്താ എനിക്ക് വേണ്ട. ഇത് ഞാൻ കുടിച്ച് ചാവും സാറേ. എടാ മരിക്കലടാ. സാറേ, സാറിനറിയാവോ? ഇല്ല. 1 വയസ്സ് മാത്രം എനിക്ക് പ്രായമുള്ളപ്പോ എന്റെ അമ്മ എന്റെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് സാറേ. എന്തെന്ന്? അമ്മയുടെ കൊച്ചു കള്ള, അമ്മയുടെ കൊച്ചു കള്ളാന്ന്. അത് നിന്നെ കൊഞ്ചിച്ചതാ. അപ്പൊ എന്റെ അമ്മ എന്നെ പറ്റിക്കുമായിരുന്നു. ഇത്രയും വർഷം ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പോന്നപ്പോ എന്തോ അടിച്ചോണ്ട് പോന്നെന്നാ. പക്ഷെ അങ്ങനല്ല, എന്നെ പറ്റിച്ച്. എടാ ജനിതക ശാസ്ത്രത്തിന് വിരോധമായി ജനിച്ചവന് നീ എന്നൊക്കെ പിച്ചും പയ്യും അവിടെ വിളിച്ച് പറയണത്? സാറേ, ഞാൻ ചാവും സാറേ. സെറ്റ്
ആണ്ട് എന്റെ കയ്യില് വലങ്ങിട്ട് വെച്ചു. എന്റെ കയ്യിലാണ്ടാ വലങ്ങിട്ട്. അവന്റെ കയ്യിലാണ് സാറിനോട് അപ്പോഴേ പറഞ്ഞല്ലേ എന്നെ ഇട്ടില്ലെങ്കിൽ വല്ലോ പിങ്ക് പോലീസിനെ കൊണ്ടേ കൊടുക്കുക. അത് പോയി എടുക്ക്. മിസ്റ്റർ ദിൽകുഷ് യെസ്, ആ കുപ്പി എനിക്ക് തരൂ. അത്യാവശ്യമാണോ? യെസ്, തരാം. താങ്ക് യു. കുപ്പി കറക്റ്റായിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. താങ്ക്സ്. ആണ്ടെ ഇതിലിരുന്ന് വിഷം എന്ത് അതവൻ കുടിച്ചു. സാറേ, എന്തോ എനിക്കൊരു അന്ത്യാഭിലാഷമുണ്ട്. എന്റെ പപ്പ വിളിക്കുമ്പോ സാറ് പറയണം പപ്പയുടെ ദിൽക്കു പാവുമായിരുന്നു. കുറച്ച് മാറാവോ? മാറാം. ആണ്ട് അയ്യോ, ഒരു പാവപ്പെട്ടവനെ എന്റെ സാറ് വിഷം കുടിപ്പിച്ചു കൊന്നു. പാവപ്പെട്ടവനെ എന്റെ സാറ് വിഷം കുടിപ്പിച്ചു കൊന്നു. രക്തക്കറകൾ പുരണ്ടല്ലോ. അയ്യോ, കടന്ന് കൈ ഓടിക്കുന്നേ. അപ്പൊ ഞങ്ങളെ പ്രേക്ഷകർക്കെല്ലാം നന്ദി. ഇത് നിങ്ങൾ തരികടയോ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ 489ാമത്തെ എപ്പിസോഡായിരുന്നു. അതിൽ പങ്കെടുത്ത നമ്മുടെ SI സാറിനും PC സാറിനും ഒരു നല്ല കയ്യടി കൊടുത്തേ. അപ്പം സാറേ, ഇതാണ് നമ്മുടെ ക്യാമറ. ഒരു ഹായ് കൊടുത്തേ, ഒരു ഹായ് കൊടുത്തേ, ഹായ് കൊടുത്തേ, ഹായ് കൊടുത്തേ. അപ്പൊ സാറേ, ഞാൻ ഇതിന്റെ വീഡിയോ സാറിന് വാട്സപ്പിൽ അയച്ചു തരാം. സാറ് സബ്സ്ക്രൈബ് ചെയ്യണം, അമർത്തണം. സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ ചെയ്യാം. ബെല്ല് ഞാൻ ഇപ്പൊ അമർത്തി. എടാ നിനക്ക് ഈ കിടക്കണ വണ്ടി കണ്ടിട്ട് ഐസ് വണ്ടിയായിട്ട് തോന്നണുണ്ടോടാ? ഐസ് വണ്ടിയായിട്ട് തോന്നണുണ്ടോ? ഇല്ല, ഇല്ല. എടാ എന്നെ കണ്ടിട്ട് നിനക്ക് കോളേജ് വെക്കാമെന്നവനായിട്ട് തോന്നണുണ്ടോടാ? ഇല്ല, ഇല്ല. എടാ സൈക്കിൾ ഇവിടെ നോക്കണ. എടാ എന്നെ കണ്ടിട്ട് കൈ നോക്കാൻ വന്നിട്ട് എനിക്ക് തോന്നി വേടാ. അപ്പൊ നിനക്ക് ഒരു ഗുരുവില്ല. എടാ നിശാശലഭമേ, രാത്രി പോലീസുകാര് ഡ്യൂട്ടി ചെയ്യേണ്ട സ്ഥലത്ത് വന്നിട്ട് നിനക്ക് ഞങ്ങളെ പറ്റിക്കണല്ലേ? അയ്യോ, അയ്യോ, PC നശിപ്പിച്ചേക്കും. അയ്യോ, 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 അയ്യോ. മൂലക്കോട്ട് മാറിയിരുന്നോളാം. അങ്ങോട്ട് മാറി. ഈ സ്കിറ്റ് ചെയ്തിരാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ? കോബ്ര സ്പീക്കിംഗ്. കോളേജ് ഹോസ്റ്റലിൽ ലഹരി വസ്തുക്കളുമായി 2 യുവാക്കൾ കയറിയിട്ടുണ്ട് എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആ പരിസര പ്രദേശത്തുള്ള പോലീസുകാർ എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ്. കോബ്ര ടു റിപ്ലൈയിങ്. SI അരുണും കോൺസ്റ്റബിൾ ബിട്ടാസും എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതാണ്. അല്ല സാറേ, സാറിന്റെ വൈഫ് അവളെ ഞാൻ അടുത്ത വർഷം കണ്ടോളാം. എടോ, നമ്മൾ ഈ യൂണിഫോം ഇട്ട് നടക്കണത് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനാ. ഇപ്പൊ ഓരോരുത്തന്മാർ ലഹരി എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അവന്മാരെ നമ്മൾ പൊക്കും, വണ്ടി കയറി. പിന്നെ നിന്നോടൊക്കെ ഒരു കാര്യം, എടാ നീയൊക്കെ ഈ ക്യാമറ വെക്കണത് ഇത്രയിലുള്ള ലഹരി പരിപാടിക്കെതിരെയാണെങ്കിൽ സമൂഹത്തിനെങ്കിലും അത് ഗുണം ചെയ്യും. അല്ലാണ്ട് പാവപ്പെട്ടുള്ള പോലീസുകാരെ കരുവാക്കല് കേട്ടോ. വണ്ടി ഹര ഹര തീവ്രം വീക്ഷണം ഘനഘനനാദേ ഭാഷണം ബഹുവിധ കർമ്മം ആത്മനിഷ്ഠം കൽപ്പിതം. നല്ല ഉഗ്രൊരു കൈഡി, നല്ല കിടുക്കൻ സ്കിറ്റായിരുന്നു. കോട്ടയക്കാര് കൊല്ലംകാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ലേ പ്രചോദേട്ടാ? അതെ, ഭയങ്കര ചിരിയായിരുന്നു. യു കണ്ടിന്യൂ. അതെ, അതെ. അമലേ, വിഷ്ണു, വാസ്റ്റിൻ നല്ല തകർപ്പൻ സ്കിറ്റാണ്. അടിപൊളിയായിരുന്നു. അതായത് നമ്മളെങ്ങനെ ചിരിച്ച് മേലോട്ട് കൊണ്ടുപോയി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ക്ലൈമാക്സ്. ഒരു ഉഗ്രം മെസ്സേജും നല്ല ഗംഭീരമായിട്ട് ക്ലൈമാക്സ് നിങ്ങൾ എഴുതി തീർത്തു. നിങ്ങൾ 3 പേരും ടോട്ടലി ഈ പറഞ്ഞ പോലെ ഒരു ശബ്ദം എടുത്താൽ വന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾ പൊളിക്കും എന്നുള്ള രീതിയിലാണ്. അത് 3 പേരുടെ പെർഫോമൻസിൽ ഞാൻ ഓരോരുത്തരിലേക്ക് വരാം. നമ്മൾ ആരും ഈ സ്കിറ്റ് ചെയ്യുമ്പോൾ സാധാരണ ഈ വയർലെസ്സിനകത്ത് അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ആ വയർലെസ്സിനകത്ത് എടുത്തു. അതിനുള്ള മറുപടിയൊക്കെ നിങ്ങൾ പറയുന്നത് എന്തൊരു പെർഫെക്ഷൻ ആണെന്നറിയോ? അതായത് ഒരു സാധനം ഇങ്ങോട്ട് വരുന്നു, കോബ്ര കേൾക്കുന്നു, നിങ്ങൾ അതിന് ആൻസറിങ് പറയുന്നു. ഇതെങ്ങനെ പഠിച്ചു നിങ്ങൾ? പിന്നെ അമലിൻ്റെ ക്യാരക്ടർ പറഞ്ഞാൽ അമൽ തുടക്കം മുതൽ ഭയങ്കര ലൈഫായിരുന്നു. അമൽ വേറൊരു ഗ്രാഫിലേക്ക് വന്ന് ഭയങ്കര രസമായിട്ട് ആ ക്യാരക്ടർ കൊണ്ടുപോയി എന്നുള്ളതാണ്. വിഷ്ണു നല്ല രസമാണ്. നമ്മൾ കഴിഞ്ഞ സ്കിറ്റ് പറഞ്ഞു വിഷ്ണു നമ്മളെ നോക്കാം ഇടയ്ക്കിടയ്ക്ക് കോമഡി. ഇത്തവണ അതൊന്നും ഇല്ലാതെ വിഷ്ണുവിൻ്റെ ക്യാരക്ടർ വിഷ്ണു വളരെ രസകരമായിട്ട് എല്ലാ കൗണ്ടറുകളും കറക്റ്റ് മീറ്ററിൽ നല്ല രസമായിരുന്നു. ബാസ്റ്റിൻ കിടിലുമായിരുന്നു കേട്ടോ. ബാസ്റ്റിൻ കാര്യം ഞാൻ വിചാരിച്ചു ഇത് ഇടയ്ക്കൊന്ന് ഊരുമായിരിക്കും. ഇങ്ങനൊരു പോലീസുകാരൻ നമ്മൾ കണ്ടില്ല, ഒരു മഞ്ച് കിട്ടിയാൽ ഒതുങ്ങുന്ന. ഇനി ഇതൊക്കെ പോട്ടെ, നമുക്ക് ചിരി വരുന്നതല്ല, നമ്മുടെ ചിരിയിൽ മേളിൽ തുടക്കം തൊട്ട് ചിരിച്ച ആൾക്കാരെ വിട്ടിരുന്നു പൊട്ടി ചിരിക്കുക. നിങ്ങളുടെ ടീമിനെ വീണ്ടും നിങ്ങളൊരു സിഗ്നേച്ചർ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. 3 പേരും അസാധ്യമായിട്ട് പെർഫോം ചെയ്തു. അടിപൊളി.
കിടുക്കൻ കോട്ടയം ടീം ഇതേപോലെ ഒരു കലക്കം സ്കിറ്റ് ഇതിലൊരു കോട്ടയംകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ അഭിമാനിക്കുന്നു. കലക്കി പൊളിച്ചു നിങ്ങൾ 3 പേരും തുല്യമായിട്ടുള്ള കൈഡികളാണ് അർഹിക്കുന്നത്. എങ്കിലും ഈ സ്കിറ്റിന്റെ ഒരു നെടും തൂണം നമുക്ക് ഇത് വിശേഷിപ്പിക്കാവുന്ന അമല ചക്കര നീ തന്നെയാണ് പൊളിച്ചു. വിഷ്ണു അടിപൊളിയായിരുന്നു. വിഷ്ണു ഉക്കരൻ എന്ന് പറഞ്ഞ ഉക്കരനായിരുന്നു. ബാസിനെ ചക്കര എന്തൊരു ക്യൂട്ടായിരുന്നു അറിയോ അത്. ഏതാണ്ട് ഇങ്ങനെ അത് ഇട്ട് നിൽക്കുമ്പോൾ തന്നെ മഞ്ഞ് തരുമ്പോൾ ആ കരച്ചിൽ നിർത്തുന്നു എന്നൊക്കെ പറയുന്ന ഏരിയ ഒക്കെ ഉഗ്രനായിരുന്നു. ഒരു ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. പിന്നെ ഇത് നമ്മൾ ചില വിജയങ്ങൾക്ക് നമ്മൾ നിങ്ങളെ മാത്രം അപ്രീഷിയേറ്റ് ചെയ്താൽ പോരാ, നിങ്ങളെ അതിന് സപ്പോർട്ട് ചെയ്തൊരു വലിയ ടീമുണ്ട്. പ്രത്യേകിച്ച് സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് കറക്റ്റായിരുന്നു. ഇന്ന് ആ ടൈമിങ്ങിൽ അതെല്ലാം ഇട്ട് തന്നെ. പിന്നെ നിങ്ങളുടെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ്, മേക്കപ്പ് എല്ലാം കൊള്ളാം. പ്രത്യേകം കൈഡി കൊടുക്കേണ്ടത് നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റാണ് കേട്ടോ. അടിപൊളിയാണ്. കാര്യം നിങ്ങൾ ഒരു 10-12 മിനിറ്റ് ഉള്ള ഒരു സ്കിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെത്ര മണിക്കൂർ വർക്ക് ചെയ്തിട്ടായിരിക്കാം. അതുപോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പോലീസ് ഇപ്പോൾ അവിടെ പ്ലേസ് ചെയ്തെന്നുള്ളതാണ്. അവർക്ക് അവരുണ്ടോ ഇവിടെ? ആർട്ട് ടീം ഇവിടെ ഉണ്ടോ? ഒന്ന് വരുമോ പ്ലീസ്? നിങ്ങളൊന്ന് പരിചയപ്പെടുത്തും, നിങ്ങളുടെ പേരും സ്ഥലവും ഒക്കെ പറഞ്ഞോ. മഹേഷ് എവിടെ സ്ഥലം? ചാലക്കുടി. എൻ്റെ പേര് മനു എന്നാണ്. മനു, ഞാൻ ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല എന്നൊരു സ്ഥലത്ത് വരുന്നു. ഇടുക്കിയിൽ ഉടുമ്പൻചോല. അടിപൊളി മനു. ഇപ്പുറത്തെ സൗണ്ട് നമ്മുടെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് അമ്പാടിയാണ്. അമ്പാടി ആടിപ്പോളെ. എൻ്റെ പേര് അമ്പാടി എന്നാണ്. പന്തളത്തുനിന്ന് വരുന്നു. പന്തളമാണ്. ഓക്കെ. എൻ്റെ പേര് നന്ദു. വെഞ്ഞാറമൂട്. ഓക്കെ. നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. കാര്യം നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ വർക്കിന്റെ ഒരു കാര്യം നമുക്ക് ഇവിടെ ഉള്ളവർക്ക് അറിയാം, നമ്മുടെ ഒരു ക്രൂവിന് അറിയാം. പക്ഷെ പലപ്പോഴും ഓഡിയൻസും അത് ചിന്തിക്കാറുണ്ട്. പക്ഷെ നിങ്ങളെയൊക്കെ കാണണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ വലിയ ആഗ്രഹമായിരുന്നു. ഒരുപാട് സന്തോഷം നിങ്ങൾ വന്നതിൽ കേട്ടോ. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ നിന്ന് പറഞ്ഞു. മോനെ, മിനിഞ്ഞാണ് ഞങ്ങൾ ലിസ്റ്റ് കൊടുത്തത് ഇതിന്റെ വൈകുന്നേരം ആയപ്പോൾ. അപ്പം ഞാനിത് അമ്പാടിച്ചേൻ മണിച്ചേട്ടനെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഒരു ജീപ്പിന്റെ ഒരു സൈഡ് ഭാഗമാണ് സെറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അയച്ചു. ഇന്ന് ഞങ്ങൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു ഫുൾ ജീപ്പ് അത് സെറ്റാക്കി. അമൽ അതിനകത്ത് കയറി നിന്നു എന്നുള്ളത് കയറാൻ വേണ്ടി തുടങ്ങി അമല്. എന്നിട്ടൊരു അനക്കം ഇല്ലതിന്. അതുപോലെ തന്നെ മ്യൂസിക്കിന് ഇതിന് മുമ്പുള്ള ഒരു നാടകത്തിന്റെ സ്കിറ്റ് ആണെങ്കിൽ പോലും അത് ടൈമിങ്ങിന് പെർഫെക്ഷൻ. ഇതിനുവാണെങ്കിലും കറക്റ്റ് ടൈമിങ് ഏത് മ്യൂസിക് കൊടുത്താലും പക്ക ടൈമിങ് കിട്ടുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരു എതിർപ്പും പറയത്തില്ല. ഏത് പാതിരാത്രിക്ക് വന്ന് ഒരു കട്ടൻ ചായ കുടിച്ച് അവിടെ ഇരിക്കും. സെറ്റ് ചെയ്തായിരുന്നു അത്. താങ്ക് യു സോ മച്ച്. ഇത് മാത്രമല്ല, നമ്മുടെ ഒരുപാട് സ്കിറ്റുകളിൽ നമ്മുടെ ആർട്ട് വർക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആൻഡ് സൗണ്ട് എസ്പെഷ്യലി. എല്ലാവർക്കും ഒരു വലിയ ഗൈഡ് നമ്മുടെ കുടുംബത്തിന്. അപ്പൊ ഇനി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഹാർഡ് വർക്ക് തന്നെയാണ് ഇനിയും ഇതിലും വലിയ ഗംഭീര പൊട്ടിച്ചിലുകളുമായിട്ട് ഇനിയും പറഞ്ഞു. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല പൊളപ്പർ സ്കിറ്റായിരുന്നു. ഗംഭീരമായ സ്കിറ്റ്. ആദ്യത്തെ വയർലെസ് കോള് വന്നിട്ട് റിപ്പീറ്റ് ഫോണിലേക്ക് വിളിക്കുമ്പം നീ ഒരു ടോൺ എടുത്ത്. അപ്പം ഞാൻ വിചാരിച്ചു നീ ഇത് ഫോളോ ചെയ്ത് പോകുമെന്ന്. പക്ഷേ അത് അന്നേരമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നീ പക്ക SI ആയി. പിന്നെ സ്കിറ്റ് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഗംഭീരമായ ഒരു ത്രെഡാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. കാര്യം നമ്മൾ പോലീസുകാരെ പല സ്ഥലങ്ങളിലും കുറ്റം പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവർ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് ഈ നിരത്തിലേക്ക് ഇറങ്ങുന്നത്. അത് രാവുന്നില്ല പകലെന്നില്ലാതെ ഇറങ്ങി. അത് നിങ്ങൾ കറക്റ്റ് ക്യൂട്ടായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഇതിലെ ഓരോരോ കൗണ്ടറുകളും എണ്ണി പറയാനുള്ള കൗണ്ടറുകൾ എല്ലാം പുതുമയുള്ള കൗണ്ടറുകളായിരുന്നു. അപ്പം അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നല്ല ശ്രമം അങ്ങോട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഒത്തിരി പേരുടെ ഒരു കൂട്ടായ്മയാണല്ലോ ഒരു സ്കിറ്റ് നന്നാകുക എന്നുള്ളത്. നിങ്ങളത് ഫ്ലോപ്പായി കഴിഞ്ഞാൽ എല്ലാവർക്കും സങ്കടമാണ്. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട ആ പ്രോപ്പർട്ടി ഉണ്ടാക്കി, ഇത്രയും ഞങ്ങൾ ഗ്രൂം ചെയ്തു, ഇത്രയും ഞങ്ങൾ റിഹേഴ്സലിൽ നിന്നു, ഇത്രയും മ്യൂസിക് ഞങ്ങൾ കറക്റ്റിനിട്ടു, അത് ഫ്ലോപ്പായി കഴിഞ്ഞാൽ അവർക്കും സങ്കടമാണ്. അതിനെല്ലാം വെട്ടിപ്പിടിച്ചുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ ഇത് കാണിച്ചത്. അത്രയ്ക്കും ഗംഭീരമായിരുന്നു. കാര്യം അവർക്ക് കൂടി സ്റ്റേജിൽ കയറാനുള്ളൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മാത്രം കഴിവാണ്. എന്തായാലും ഇതുപോലുള്ള കൗണ്ടറുള്ള സ്കിറ്റുകളാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതുപോലുള്ള നല്ല നല്ല സ്കിറ്റുകളായിട്ട് വീണ്ടും വരിക. ആൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അപ്പോ നമുക്ക് പയ്യെ മാർക്സിലേക്ക് അല്ലേ ഹാട്രിക്ക് നേടി നിൽക്കുന്ന ടീം കോട്ടയം ഷാജോൻ ചേട്ടനി തുടങ്ങാം. എത്ര മാർക്ക് കൊടുക്കും? ഞാൻ ഇവർക്ക് ഒരു 25,000 രൂപ കൊടുക്കും. 25,000 രൂപ. നസീർക്ക? ഞാനൊരു 23,000 രൂപ കൊടുക്കും. ടോട്ടൽ 48,000 രൂപ ആയിട്ടുണ്ട്. പ്രചോദനം. അപ്പം ടോട്ടൽ എമൗണ്ട് പിടിച്ചു. ഗോൾഡൻ പഞ്ച്. പൊളി.
നമ്മുടെ ടീം സെൽവന് ശേഷം അടുത്ത ഫോട്രിക്. നമ്മുടെ ഫ്ലോറിന് അഭിമാനിക്കാൻ വേറെ 3 സിൽവർ പഞ്ചും ഒരു ഗോൾഡും അടിപൊളി. തകർത്ത് പറ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ചേട്ടാ, ഇത് സ്കിറ്റ് ഞങ്ങൾ തുടക്കം തൊട്ടൊന്ന് ആക്കിയെങ്കിലും ക്ലൈമാക്സിന്റെ കാര്യം ഞങ്ങൾ നന്നായിട്ട് ചെയ്യുന്നത്. പക്ഷെ ആ ക്ലൈമാക്സ് അർഹതപ്പെട്ട് ഞങ്ങൾക്ക് തന്നത് ഞങ്ങളുടെ രാജേഷ് പാണവള്ളി ചേട്ടനാ. ഈ രാജേഷ് പാണവള്ളിക്ക് ഇത് തന്നെയാണോ ജോലി ഇവിടെ? നല്ല ക്ലൈമാക്സുകൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നു. താങ്ക് യു ചക്ര, താങ്ക് യു സോ മച്ച് രാജേഷ്. ശരിക്കും ഒരു തോൽവിയിൽ നിന്ന സമയത്ത് രാജേഷ് പാണവള്ളി ചേട്ടനെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളൊരു കണ്ടന്റിൽ കൊണ്ട് ചെല്ലുമ്പോ തന്നെ ഇപ്പൊ ഞങ്ങളൊരു കൗണ്ടർ ഇറങ്ങി, അത് നിങ്ങൾക്ക് പറ്റില്ലടാ, അല്ലെങ്കിൽ ഗ്രൂമിംഗ് ഒക്കെ 9 മണി വരെയൊക്കെ ഉണ്ടാവുള്ളൂ. രാജേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി 9 മണി കഴിഞ്ഞും ഇരിക്കും. അത് പോകില്ലടാ, ഇത് പോകില്ലടാ, അങ്ങനെ. അപ്പൊ ഞങ്ങളുടെ ഈ ഇപ്പൊ ഒരു സക്സസിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ രാജേട്ടൻ തന്നെ. തീർച്ചയായിട്ടും അദ്ദേഹമാണ്. ഞാൻ പറഞ്ഞാണ് അല്ല, ഞാൻ ഒരുപാട് ചാനലുകളിൽ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഒരു സ്ഥിരതയൊന്നും ഉണ്ടായിട്ടില്ല. അത് സ്കിറ്റുകളുടെ പ്രശ്നമൊക്കെയാണ്. അപ്പോൾ അന്ന് പറഞ്ഞ പോലെ തന്നെ അർജുൻ സാറ് ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് വിളിച്ചു. അപ്പോൾ അത് കഴിഞ്ഞും ഈ പ്രോഗ്രാം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഈ 5ഉം 15ഉം കാര്യങ്ങളൊക്കെ നിർത്തുമ്പോൾ ഇവിടെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകൾ കൂടെ ഞങ്ങൾ നിലനിർത്തി. പിന്നെ ഞങ്ങളെ തിരിച്ചു വിളിച്ചു. അപ്പോൾ ആദ്യം സാറിനോട് വന്ന് പറയുന്നു, പിന്നെ രാജേഷേട്ടനാണ് എന്താ ഇപ്പോൾ ഈ കഴിഞ്ഞ എല്ലാ സ്കിറ്റുകളിലും രാജേഷേട്ടൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ രാജേഷേട്ടനോട് എനിക്ക് പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. അമൽ പറഞ്ഞ പോലെ തന്നെ കുറേ നാളായിട്ട് നമ്മൾ താന്നു കിടന്നപ്പോൾ ഇപ്പോൾ കൂട്ടുകാരൊക്കെ പണ്ട് പറയുമായിരുന്നു നിന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനമുണ്ട് റീലൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ അവസാനമൊക്കെ ഇപ്പോൾ കളിയാക്കലൊക്കെ തുടങ്ങി. 5ഉം 15ഒക്കെ വന്നിട്ടുണ്ട്. സത്യമായിട്ട് മുഖത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നാണക്കേടാണ് മറ്റേ പറഞ്ഞിട്ടുണ്ട്. സത്യമായിട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ ഒരുപാട് രാജേഷേട്ടൻ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് നിങ്ങളെക്കാരും വരണം, നിങ്ങൾക്കുള്ള സംഭവം ഉറപ്പായിട്ട് സെറ്റാക്കി തരണം. അങ്ങനെ രാജേഷേട്ടനെ ഞങ്ങൾ രണ്ടാമത് തിരിച്ചു കൊണ്ടിരുന്നത് ഒരുപാട് സഹായിച്ചു. അതുപോലെ അർജുൻ സാർ വീണ്ടും ഞങ്ങൾക്കൊരു റീ എൻട്രി തന്നതിന്. പിന്നെ ഈ പറഞ്ഞ ഇപ്പോൾ സൗണ്ട് തന്ന സൂര്യ ചേച്ചി ആക്കി എല്ലാവരും നമുക്ക് എന്താവശ്യമുണ്ടോ പറയാലും. ഇപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിലും വൈകിട്ട് നമ്മൾ റൂമിൽ ചെന്നിട്ട് ചേട്ടാ സ്കിറ്റ് ഒന്ന് കളിച്ച് കാണിക്കട്ടെ വെച്ചാൽ അവരെല്ലാവരും ഓക്കെ, അവരെല്ലാം കാണും. അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജഷൻ ഉണ്ട്, അവരും പറഞ്ഞു തരും. അപ്പം അങ്ങനെ എല്ലാവരുടെ സഹായത്തിൽ അടിപൊളി. പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മളിപ്പോൾ കോട്ടയംകാരാണ്, കോട്ടയം ടീം എന്ന് പറഞ്ഞ് നമ്മൾ ഇവരെ ചേർത്ത് പിടിക്കുന്നത്. ഇവിടെ എല്ലാ ടീമും നമുക്ക് ഒരുപോലെ തന്നെയാണ്. അതിപ്പോൾ ഞങ്ങൾക്ക് ജഡ്ജസിനാണെങ്കിലും നമ്മുടെ ഡയറക്ടേഴ്സാണെങ്കിലും നമ്മുടെ ക്രൂ മെമ്പേഴ്സ് ആണെങ്കിലും നമ്മുടെ ഗ്രൂമേഴ്സ് രാജേഷ് അടക്കമുള്ളവർക്കാണെങ്കിലും എല്ലാ ടീമുകളും ഒരുപോലെയാണ്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഗ്രൂമേഴ്സ് ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഒരുപോലെ തന്നെയാണ്. പിന്നെ ഇവിടെ മാർക്ക് കിട്ടുന്നതെല്ലാം ഇവരുടെ പേഴ്സണൽ ഇവരുടെ ഹാർഡ് വർക്ക് എത്രത്തോളം കൂടുന്നു അത്രത്തോളം ഇവർക്ക് മാർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. എല്ലാവരും ഇവിടെ വന്ന് ഗോൾഡൻ അടിക്കണമെന്നാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. സുഭാഷിനെ വിളിക്കണോ? സുഭാഷിനെ നമ്മൾ എപ്പോഴും സുഭാഷിനെ വിളിച്ചില്ല. സുഭാഷ് ഒന്ന് വന്ന സാധാരണ ഇവിടെ ഒരാൾ കയറി വരുമ്പോൾ ഈ പൂക്കുറ്റി അടിക്കുമ്പോൾ സന്തോഷമാണ്. പക്ഷെ സുഭാഷ് എന്നില്ല കാര്യം, അതിന്റെ ചെലവ് കൂടെ ഇതിന്റെ കോർഡിനേറ്റർ ആണ്. ഇവിടെ ഓരോരുത്തരും ഗോൾഡനും സിൽവർ അടിച്ചുകൊണ്ടുമ്പോൾ നെഞ്ച് തകരുന്നത് സുഭാഷിനാണ്. എപ്പോഴും വെള്ളക്കുപ്പിയായിട്ടാണ് നടക്കുന്നത്. ഇവിടെ കൊല്ലംകാര് ഇത് ഏതാ സുഭാഷ്? മഞ്ഞമ്മൽ ബോയ്സ് സുഭാഷ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സുഭാഷ് നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. കാര്യം എല്ലാവർക്കും ഒരേപോലെ സ്നേഹവും എല്ലാവരെയും കെയർ ചെയ്ത് ആര് വന്നാലും അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നോക്കി നടത്തുന്ന ഒരാളാണ് സുഭാഷ്. താങ്ക് യു സോ മച്ച് സുഭാഷ്. സ്കിറ്റ് കണ്ട് നമ്മുടെ പ്രേക്ഷകർ ചിരിക്കണമെങ്കിൽ ഇവനൊന്നങ്ങ് വരണം. നല്ലൊരു കൈഡി. ഞങ്ങളുടെ ഇതിൻ്റെ അകത്ത് രാജേഷ് പാണവള്ളി ചേട്ടനോടൊപ്പം തന്നെ ഞങ്ങളെ സഹായിച്ച ഒരാളുണ്ട്, രാജേഷ് പാലോട് ചേട്ടൻ. അപ്പൊ അദ്ദേഹത്തിനും ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു. ഇവിടെ ഉണ്ടോ? രാജേഷ് പാലോട്. അപ്പോ 3 സിൽവർ 1 ഗോൾഡ്. അടുത്ത സിൽവറിനോ അടുത്ത ഗോൾഡിനോ കാണാം. ഓക്കെ, ഉഷാറാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് എടുക്കട്ടെ. വിളി നമ്മുടെ ബിജു വർഗീസ് ചേട്ടനുണ്ട്, സുധീഷ് പിള്ളൂരുണ്ട്, കൂടെ ദീപ്തി. അടിപൊളി. ഹലോ, ഇവിടെ വന്ന് കുത്തിയിരിക്കുകയാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതെടുത്ത് വെച്ച് അരി പൊടിക്കണമില്ല ഇത്. മാമി എടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ. അടുക്കളയിൽ 100 കൂട്ടം ജോലിയുണ്ട്. പാത്രം കഴുകി വെക്കണ്ടേ? കഴുകണം. അടുക്കളയിൽ തുണി കിടപ്പുണ്ട്, അതെടുത്ത് കഴുകി വെക്കണ്ടേ? അലക്കണം. മാസം 4-ാം തീയതി ശമ്പളം വാങ്ങിക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ വന്ന് ചിരിച്ചോണ്ടിങ്ങനെ കൈ നീട്ടി നിൽക്കുമല്ല, അതിന് ഒരു കുറച്ചിലുമില്ല. പോയി ജോലി. ആഹാ,
എത്രയെന്ന് പറഞ്ഞു മനുഷ്യൻ ഇങ്ങനെ സംസാരിക്കും? അല്ല ഇത് ആരുടെ വീട്? മാമിയുടെ വീട്. നീ ഇവിടത്തെ ആര്? മാമിയുടെ വേലക്കാരൻ കമ്പ്. ഇതൊക്കെ ഞാൻ എന്നോട് ചോദിക്കേണ്ട ചോദ്യങ്ങളല്ലേ? അത് തന്നെ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ഒന്നാമത് ഞാൻ ഒരു ജോലിക്കള്ളനാണ്. ഇങ്ങനെ ചോദിച്ചാലും ഒരു ഇംപ്രസ് വരണ്ടേ എനിക്ക് ജോലി ചെയ്യാൻ? നീ ജോലിക്കള്ളനാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇല്ലേ വടക്കേലെ ചാനലിനോട് ഇങ്ങോട്ട് പണിക്ക് വരാൻ വേണ്ടി പറഞ്ഞേക്കണത്. മാമിയുടെ നാക്ക് പൊന്നായിരിക്കട്ടെ. ഞാൻ പോയി തെക്കേലെ റൂം അടിച്ച് വൃത്തിയാക്കി ക്ലീൻ ആയിട്ട് സെറ്റപ്പ് ആയിട്ട് ചോരട്ട്. എന്ത് കാര്യത്തിന്? അടുക്കളക്കാരി വന്ന പറഞ്ഞ കിടക്കണ്ടേ അവക്ക്. അവളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നീ കെട്ടുകടയിൽ പറക്കി ഇവിടെ അങ്ങോട്ട് ഇറങ്ങിക്കൊള്ളാം. ആഹാ, പഴയതൊക്കെ അങ്ങ് മാമി മറന്നല്ലേ? ഒരു ഉത്രാടത്തിന്റെ അന്ന് തൊഴുത്തുള്ളൊരു ഞെരക്കം. ഞാൻ ചെന്ന് നോക്കിയപ്പോ ചാണകം ഏത് മാമി ഏതെന്ന് അറിഞ്ഞൂട്ടാതെ ഞാൻ 2 കൈ കൊണ്ട് വാരി എടുത്തപ്പോ 2 കണ്ണിരുന്ന് മിനുങ്ങണ്. ഞാൻ കൊണ്ടോടി ആശുപത്രിയില്. അവിടെ ചെന്നപ്പോ ഡോക്ടർ എന്താന്നറിയാ പറഞ്ഞത്? ചാണകത്തിൽ മുക്കിയ ചേന എനിക്ക് വേണ്ട. അവസാനം ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞ് എന്റെ മാമിയാണെന്ന്. ആ ഡോക്ടർ എന്ത് പറഞ്ഞെന്നറിയാ? മിസ്റ്റർ, 1 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ നിങ്ങളെ മാമി ഡ്രിമ്മ് അല്ല നിങ്ങളെ മാമി ഡിമ്മ് തട്ടിപ്പോയെന്ന്. ഇങ്ങനെ ഇട്ട് അയ്യോ പാപ്പ, നീ പിണങ്ങി പോണേടാ. ഞാൻ ഈ 1 നിമിഷം ഇവിടെ നിൽക്കൂല മാമി. ഞാൻ 1 നിമിഷം ഈ വിട്ട് നിൽക്കൂലെന്ന്. ആര് പിണങ്ങി പോണ്? അടുക്കളയിൽ 3 മുട്ട പുഴുങ്ങായിട്ടേക്കണം. പിന്നെ നിങ്ങൾ വന്ന് തിന്ന് തീർക്കുവോ? മുട്ടയിൽ കൊളസ്ട്രോൾ ഇല്ലേ? മുട്ടയിൽ കൊളസ്ട്രോൾ ഇല്ല മാമി. മുട്ടയിൽ മഞ്ഞക്കരുവാണുള്ളത്. ഞാൻ തിന്നുമ്പോ കാണിച്ചു തരാം. ഒരു സാധനം കുടുംബത്തെ മേടിച്ചു വെക്കാൻ പറ്റില്ല. എല്ലാം തിന്നു മുടിപ്പിച്ചോളൂ. പിന്നെ ഈ വീട്ടിൽ ആര് തിന്നായിരിക്കണ്? ഭർത്താവില്ല, അച്ഛനില്ല, അമ്മയില്ല. 3 പേരും കൂടെ അങ്ങ് മൺട്രോത്തുരുത്തി പോയില്ലേ? മൺട്രോത്തുരുത്താ? അയ്യോ, മൺമറഞ്ഞു പോയില്ലേ അവര് 3 പേരും കൂടെ? പിന്നെ ഒരു ചെറുക്കനുള്ളത്. അവൻ 10ാമത്തെ വയസ്സിൽ എങ്ങാണ്ടാ നാട് വിട്ടുപോയി. ഇനി അതൊക്കെ എവിടെ വരായി? ഇല്ല മാമി, മാമിയുടെ മോനെ നമുക്ക് വിളിച്ചു വരുത്തണ്ടേ എങ്ങനെയെങ്കിലും? ഞാൻ കണ്ടുപിടിച്ചു തരും. എന്റെ ഉണ്ണി തിന്നണ്ട ഉണ്ണിയാടാ നീ തിന്നണത്. അതിനും കണക്ക്. എന്റെ കുഞ്ഞുണ്ണി ഉണ്ടായിരുന്നപ്പോ ഞാൻ എന്റെ മോനെ ഇങ്ങനെ കാല് നീട്ടിയിരുന്ന് കാലേക്ക് എടുത്തിട്ട് പാട്ട് പാടി കൊടുക്കും. 1-ാം തരം ബലൂൺ തരാം, ഒരു നല്ല പീപ്പി തരാം. എത്ര പാട്ട് പാടി കൊടുക്കണേ. ഇത് കൊറേ കൊട്ടൻ ചുക്കാതിയിലും കുഴമ്പിലും എണ്ണയിലെ തീരുണ്ട്. മാമിയുടെ മോൻ തായ്ലാന്റിലുണ്ടെന്നൊരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ അറിഞ്ഞു നീ? ആദ്യം ഞാൻ തായ്ലാന്റ് കണ്ടിട്ടില്ല. അത്ര ഞാൻ പോയി മാമിയുടെ മോനെ കൊണ്ടുവരട്ടാ. ഒരു 50,000 താ മാമി. അയ്യോ, എന്റെ കാശൊന്നുമില്ല. ഒരു 20,000 താ മാമി. നിനക്ക് 10 പൈസ ഞാൻ തരൂല. താ മാമി. തായ്ലാന്റിലോട്ടാ? അല്ല, നീ അവിടെ പോയി പണിയെടുക്കാൻ നോക്ക്. ഒരു 1000 രൂപയെങ്കിലും താ മാമി. 5 പൈസ എന്റെ കയ്യിൽ നിന്ന് ചെറുക്കനെ കൊണ്ട് ഇല്ലാത്ത സാധനം എത്ര രൂപ വെച്ചാലും തരൂല. ഊട്ടിക്കെട്ടി വെച്ചേക്കാണ് പൈസ. ചാവുമ്പോ മനുഷ്യരാരും കൊണ്ടുപോകടെ പൈസ. ചോദിച്ചിട്ട് തരാത്തോണ്ടല്ലേ നൈസ ഊരി എടുത്തത്. പിന്നെ അല്ലാതെ നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കണ്. വെട്ടിപ്പൂട്ടി അങ്ങ് നടക്കാണ് ഇല്ലാത്ത മോന് വേണ്ടി. എന്നെങ്കിലും ഒരു ദിവസം കഞ്ഞിയിൽ വിഷം കലക്കി കൊടുത്ത് പുല്ലിനെ ഞാൻ കൊല്ലും. എക്സ്ക്യൂസ് മീ. യെസ്. ഇപ്പൊ പറഞ്ഞോന്നൂടി പറയൂ. എന്നെങ്കിലും ഒരു ദിവസം കഞ്ഞിയിൽ വിഷം കലക്കി കൊടുത്ത് പുല്ലിനെ ഞാൻ കൊല്ലും. ചാവുന്ന ആടെ പേരും കൊല്ലുന്ന ആടെ പേരും. ചാവുന്ന ആള് സാവിത്രി, കൊല്ലുന്ന ആള് പപ്പായി. എടാ, ഇത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടേ കേട്ടോ. എന്നെ കാണാതെ ആയിക്കഴിഞ്ഞാൽ ന്യൂസിൽ കൊടുത്തരാൻ. അയ്യോ, നീ ആര്? ജോർജ്. അയ്യോ, ശകലം ഇരുട്ടിയിട്ട് വരുവോ? എന്തുവാ? ടോർച്ച് എന്ന് പറഞ്ഞു. ടോർച്ച് അല്ല, ജോർജ് പ്രശസ്ത കള്ളനാ. ആ പ്രശസ്ത കവി എന്നൊക്കെ പറയണ പോലെ അങ്ങ് അടിച്ചു കയറ്റി വെക്കുകയാണ്. പ്രശസ്ത കള്ളൻ. കള്ളൻ കള്ളൻ കള്ളൻ. ഞാൻ കള്ളനാണെങ്കിൽ നീ കൊലപാതകല്ലടാ. ആരെ കൊന്ന്? ഇപ്പൊ അമ്മ നീ കൊല്ലൂന്ന് പറഞ്ഞില്ലേ? ഏതമ്മ? എന്റെ മാമി. എന്റെ മാമി എനിക്ക് ദൈവത്തെ പോലെയാണ്. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു ദൈവത്തിന് വിഷം കലക്കി കൊടുക്കാൻ പോകുന്നല്ലേടാ. എടാ, ഡിജിറ്റൽ തോൽവി. നീ പറഞ്ഞതല്ല, ഇത് ഡിജിറ്റൽ ആയിട്ട് റെക്കോർഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ എന്തോ വേണം? എടാ, നിനക്കും പൈസ ആവശ്യമുണ്ട്, എനിക്കും പൈസ ആവശ്യമുണ്ട്. എനിക്കൊരു 10 ലക്ഷം രൂപ ഇവിടെ എടുത്തതാ, ഞാൻ കൊണ്ടുപോക്കോളാം. 10 ലക്ഷം രൂപ? നീ വാടകച്ച് നടക്കണ കാര്യം പറ. ചുമ്മാ 10 ലക്ഷം 24 ന്യൂസ് അല്ലേ? വിളിച്ചു പറയണ്ടേ? എന്ത് വേണേലും ഞാൻ ചെയ്യാം. എനിക്കൊരു 10 ലക്ഷം രൂപ എവിടെന്നെങ്കിലും ഒപ്പിച്ചതാ. മാമിയെടുത്ത് പറഞ്ഞ് എങ്ങനെ സെറ്റ് ചെയ്ത് തരാം. മാമി വന്നാ നീ എന്തോ പറയും? ഇത്രയും കള്ളം പറഞ്ഞ് നിനക്ക് എന്തെങ്കിലും പറയും. എനിക്കൊരു 10 ലക്ഷം രൂപ ഇവിടുന്ന് കിട്ടണം. മാമി പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടാ മാമി. ഞാൻ ഇവിടെ നിന്നപ്പം അവിടെങ്ങാണ്ട് പോണ വഴിയാന്ന് ചോദിച്ചോണ്ട് ഒരുത്തം വന്ന് കേറി. ഈ വന്നോരിക്കും പോണോരിക്കും വഴി പറഞ്ഞു കൊടുക്കാൻ നേരെ മോട്ടുമേല പറഞ്ഞു വിടറാ. മാമി പറഞ്ഞു കേട്ടില്ലേ? ഇറങ്ങിപ്പോ പോടാ അങ്ങോട്ട്. ഇറങ്ങി പോകാൻ പറ്റൂല. എനിക്ക് പോ, ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് തരാന്ന്. ഒരു മിനിറ്റ്. തെളിവ് നശിച്ചല്ല. ഇനി പൊക്കൂടെ? അവസരം തരാന്ന് പറഞ്ഞു. പറഞ്ഞു വിടുവാ. പറഞ്ഞു വിട്ടു. 1-ാം തരം ബലൂൺ തരാം. എന്താന്ന്? 1-ാം തരം ബലൂൺ തരാ. ഒരു നല്ല പീപ്പി തരാ. ഓടി 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 വന്നൊരു മുത്തം തന്ന
തന്നാട്ടെ, ചക്കര മുത്തം തന്നാട്ടെ. ദേ പപ്പ 10 വയസ്സിൽ വഴക്കിട്ട് പോയ എന്റെ മോൻ വന്നേക്കണ് പപ്പ. ആരുടെ പറയും ഞാൻ എല്ലാം പോയി. മാമി എന്തിനു മാമി പറഞ്ഞത്? 10 വയസ്സില് വഴക്കിട്ട് പോയ എന്റെ മോൻ. ക്ലാരിഫൈ ചെയ്യട്ടെ. 10 വയസ്സിൽ അവരെ ഓടിപ്പോയ മോൻ നീയാടാ. നീ ഫോൺ അടിച്ചു പൊട്ടി ചെല്ലിയേ. നീ ബാക്കി ഇരുന്നെല്ലാം ഞാൻ പഠിച്ചു. വീഡിയോ മാത്രം എടുത്തല്ല മൊത്തം കിട്ടല്ലേ. നീ ഇവിടുന്ന് ഉടുതുണിയില്ലാതെ ഓടണം ഞാൻ കാണിച്ചു. മാമി ഈ ബലൂണിന്റെ കാറ്റ് ഞാൻ അഴിച്ചു വിടും. മാമി മാമി പാട്ട് പലരും പാടും, സിനിമാ പാട്ടാണ്, പലരും കേട്ട് പഠിച്ചു കൊണ്ടുവരും. അതല്ല നമുക്ക് തെളിവ്. മാമിയുടെ ഒറിജിനൽ മോനാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി മാമി പണ്ട് അവനെ വിളിക്കണ ചെല്ലപ്പേരുണ്ടല്ലോ, അതവൻ പറയോ നോക്ക്. കുഞ്ഞുണ്ണി വന്നത് താല്പര്യമായില്ലെങ്കിൽ കുഞ്ഞുണ്ണി ഇല്ലം വിട്ട് പോവുകയാണ്. ഒരു മിനിറ്റ് അതും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ഈ പേരെങ്ങനെയാടാ കിട്ടിയത്? 3 ദിവസത്തെ ഗ്രൂമിംഗ് ആയിരുന്നു ബാക്കി. അതല്ലേ ആദ്യം പഠിച്ചത്. നിന്റെ വിധിയാണ്, നിന്റെ അവസാനമാണ്. നല്ല വീട് മാമി. ചതിയന്മാര് പല വഴിയിലും ഇറങ്ങും. നമുക്കേ തിരിച്ചറിയാൻ പറ്റിയ എന്തെങ്കിലും അടയാളം വല്ലതും ഉണ്ടാ പറ. ഞാൻ അവന്റെ ചന്തിക്ക് പണ്ട് ചട്ടകം പഠിപ്പിച്ചു വെച്ച പാടുണ്ട്. ഞാൻ നോക്കാം. എവിടെ തള്ളിക്കൊണ്ട് പോണത്? നോക്കണ്ടേ? പണ്ട് പോയ 5ാം ക്ലാസ് അല്ല, അവ ഒരുപാട് വളർന്ന്. ഞാൻ നോക്കാൻ പാട്. എന്തുവാ അടയാളം നോക്കിയത്? പിന്നെ അടയാളം നോക്കി ഓട്ടയുടെ ഇലച്ചമ്മൂത്തല്ലേ നിനക്ക്? പാടുണ്ട് മാമി, പാടുണ്ട്. അതും കൂടെ ക്ലാരിഫൈ ചെയ്യട്ട്. നീ ഇങ്ങോട്ട് വാ. ഈ പാടെങ്ങനെയാടാ ഒപ്പിച്ചത്? പോലീസ് ലാത്തി കടിച്ചത് ഒരു ദിവസം പിടിച്ചപ്പോ. അമ്മ ബോംബെ, ഗുജറാത്ത്, ലോഹ, അങ്ങനെ ഒരുപാട് അലഞ്ഞമ്മ. ഞാൻ നാടുകളെ അലഞ്ഞിട്ട് നിനക്ക് പെണ്ണൊന്നും കിട്ടിയില്ലേ മോനെ? നീ കല്യാണം കഴിച്ചില്ലേ? ഒരുപാട് എണ്ണത്തിന് ഒരുപാട് ആലോചനയ്ക്ക് പോയമ്മ. സ്വത്തും വകയില്ലാത്ത എനിക്ക് ആര് പെണ്ണ് തരുമ്മ? എനിക്ക് അങ്ങനെ ഒന്നുമില്ലമ്മ. മോനെ നീ ഇവിടെ ഇരിക്കും. ഈ അമ്മയുടെ കാണുന്ന ഈ സ്വത്ത് മുഴുവനും നിനക്കുള്ളതല്ലേ? എനിക്കുള്ളതാണ് അമ്മ. എനിക്ക് എന്തെങ്കിലും തരണേ അമ്മ. എന്റെ മോന് ചായ എടുത്തോണ്ട് വരാം. ഒന്നാന്തരം ഞാൻ ഇപ്പം വെളിയിലാവുന്ന അവസ്ഥയിലാണ്. നിന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു എനിക്ക് 10 ലക്ഷം രൂപയുടെ സാധനം ഞാൻ ഇവിടെ നിന്ന് പോവാന്ന്. 10 ലക്ഷം രൂപ ഒന്നും നടക്കൂല. എവിടെ നടക്കാത്ത കാര്യം നീ പറ. എടാ അമ്മയുടെ സ്വർണ്ണം വല്ലതും ഉണ്ടോ? അമ്മയുടെ അതങ്ങ് റൂമിനകത്ത്. അത് ജയിലിന്റെ അകത്തൊന്നുമല്ല, റൂമിന്റെ അകത്തല്ലേ. ഒരു 10 പവന്റെ സ്വർണ്ണം എടുത്തോ. മാല കിട്ടിക്കഴിഞ്ഞാൽ വലിയ മാല കിട്ടിയ ഞാൻ വാക്ക് സത്യമായിട്ട് ഞാൻ മാല കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഇവിടുന്ന് പൊക്കോളാന്ന്. ബലൂണും പാടി നിക്കല്ലേ തള്ളേ. ഒന്നാന്തരം ബലൂൺ തരാ. ഇതുകൊണ്ട് ഞാൻ കുറെ പിടിച്ചിരിക്കും. അമ്മ ഇങ്ങോട്ട് വന്നേ. സത്യം പറഞ്ഞ ദൈവമായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്താ പോയ ദേവനമ്മ അത്. അയ്യോ അങ്ങനെ പറയില്ലേ. തലക്കുമൂത്തവർ അങ്ങനെ പറയില്ല. അതാണ് പപ്പമ്മാമൻ. പപ്പമ്മാമേ അമ്മ അവൻ കുറച്ചു മുമ്പ് പറയണ ഞാൻ കേട്ട്. അമ്മയെ കൊന്നിട്ട് അമ്മയുടെ മാലയും സ്വർണ്ണമൊക്കെ കൊണ്ടുപോണോന്ന്. അവൻ അങ്ങനെ പറയില്ല. 10-20 കൊല്ലം കൊണ്ട് എന്റെ കൂടെ ഇവിടെ നിക്കണേ. അമ്മ ഈ ലോകത്തൊന്നുമല്ല. ഈ ബന്ധുക്കളാണ് കൂടെ ചമഞ്ഞ് നിന്നിട്ട് അവര് നമ്മുടെ വിരലൊക്കെ മുറിച്ചോണ്ട് പോയി പ്രമാണത്തിലൊക്കെ ഒപ്പിടും. നമ്മുടെ വിരലുണ്ടോ നോക്ക്. വിരലില്ലേ? സംശയിക്കണ്ട. മോതിരം ഉണ്ടെങ്കിൽ അത് അവ എടുത്തു കാണും. ഉറപ്പായിട്ട് എടുത്തു കാണും. അമ്മ വരുമ്പോ നോക്കണം കേട്ടോ. അവന്റെ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനൊന്നും വിശ്വസിക്കാൻ കൊള്ളൂല. കുഞ്ഞുണ്ണി ഇങ്ങോട്ട് വാ. ഞാൻ ശകലം ലാളിക്കെട്ട്. എനിക്ക് ശകലം കൊഞ്ചിക്കാണ്ട്. ഇങ്ങോട്ട് വാ. മാല കൊണ്ടുവന്നിട്ടുണ്ട്. മാല കൊണ്ടുവന്നോ? ഇത് വഴി മതിരി അടി പൊക്കണം. അമ്മ കാണാതെ തരണം കേട്ടോ. അടിച്ചു മാറ്റി പാട. എനിക്ക് ഇത് 10-15 ലക്ഷം രൂപ സാധനം ഉണ്ടല്ലോ. ഞാൻ തൂക്കി നോക്കിയില്ല. കിട്ടിയത് അമ്മ കാണല്ലേ. അമ്മ കാണല്ലേ. കാണാതെ എടുത്തോളേ. എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ. ഇരിക്കുന്നുണ്ടോ? ഇവൻ പറഞ്ഞിട്ട് എടുക്കാനായിട്ട് നിനക്കല്ലേ ഇതിരിക്കണ സ്ഥലമൊക്കെ അറിയുള്ളൂ. മാമി ഇവൻ പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. എന്റെ മോതിരം എവിടെയാ? എന്റെ കയ്യിൽ കിടന്ന മോതിരം 3.5 പവനുണ്ട്. ദൈവത്തിനാണ് കാപ്പവൻ തവച്ചില്ല ഈ സാമാനത്തിന്. നോക്കിയാണ് എവിടെ വേണേ കൊണ്ട് ഇപ്പൊ മോതിരം താടാ. അമ്മ എന്തേലും ഒരു തീരുമാനം ഇപ്പൊ എടുക്കണം. ഞാൻ പോലീസിനെ വിളിക്കും. പോലീസിനെ വിളിക്കരുത്. ഞാൻ കാലുപിടി. ഞാൻ വിളിക്കും. പോലീസിനെ വിളിക്കൊന്നുമില്ലേ? പോലീസിനെ വിളി.
പോലീസ് വരട്ടെ, പോലീസ് വരട്ടെ. പോലീസ് വരട്ടെ. കള്ളനാരും നല്ലവനാരെന്ന് പോലീസ് വന്നിട്ട് കണ്ടുപിടിയാ. നിന്റെ വായിക്കാത്ത എന്താ പൂച്ച വെച്ച് കിടക്കണം. വിളിയടാ പോലീസ്. അമ്മ വിളി. അവൻ ഒരു നാണവും മാനവും ഇല്ലാത്തവൻ. അവൻ പോലീസിനെ വിളിക്കാൻ പറയും. നമ്മുടെ ഇല്ലിക്കൽ തറവാടിന്റെ മാനം കാറ്റത്ത് പറക്കൂലേ പോലീസ് വന്നാ? നമ്മളെ തറവാടിന്റെ പേര് അതല്ല. അതാണോ ഇപ്പോഴത്തെ പ്രധാന കാര്യം? അതല്ല. ഇവൻ എന്തേലും ഒരു തീരുമാനം ഉണ്ടാക്കണോ അമ്മ? എന്തേലും ചെയ്യണം. അമ്മ ഇതിനൊരു പരിഹാരം ഒരു കാര്യം ചെയ്യ്, കെട്ടുങ്ങളെടുത്ത് ഇറങ്ങിക്കോ അങ്ങോട്ട്. വിശ്വാസം ഇല്ലാത്തടത്ത് പപ്പ നിക്കില്ല. പൊക്കോ. ആരെയാ പട്ടിയൊന്നുമല്ല. പിന്നെ അമ്മ എന്തോ പരിപാടി കാണിച്ചത്? അവൻ പോട്ടെ. ഒന്നാമത്തെ മാനസിക നില തെറ്റിയിരിക്കുന്ന ഒരാൾ അയാളത്തൊക്കെ ഇറങ്ങി പോകുന്നൊക്കെ പറയാൻ വല്ലയിടത്തും പോയി ചത്താലോ? ആർക്ക് മാനസിക നില? പുള്ളിക്ക് മാനസിക നില തെറ്റി നടക്കുവാണ്. കുറച്ചു മുമ്പ് പറയുന്നത് ഞാൻ മോനല്ല അമ്മയുടെ, ഞാൻ വലിയ കള്ളനാണ്, എന്തോ വീഡിയോ ഷൂട്ട് ചെയ്തു, അതെല്ലാം പോട്ട് അമ്മ ഏതോ ദുരോത്തി മദാമ്മയുടെ വീട്ടിൽ ജോലിക്ക് നിന്ന് അവരെ കൊന്നിട്ടാണ് ഈ സ്വത്തും വകയൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞമ്മ. എന്തോ ചെറു മാനസികമായിട്ട് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അടുത്ത അമ്മ ഇങ്ങനൊക്കെ പറഞ്ഞത്. തള്ളേൻ ഡ്യൂപ്ലിക്കേറ്റ് മോനും കൂടെ ഒരു കാര്യം അറിയാം. നോക്കടാ, ഇതിനകത്ത് വല്ലതും ഉണ്ടാ നോക്ക്. പപ്പം പോകണം. പപ്പന്റെ നിക്കറ ഉടുപ്പും മിനിയനും അല്ല ഇതിനകത്ത് ഒരു സാമാനം ഇല്ല. കണ്ടാ, പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഈ കാര്യം കേട്ട് നിങ്ങൾ ഞെട്ടും. എന്ത് പറയട്ടാ മാമി? ഈ നിക്കണത് മാമിയുടെ മോനല്ല. ഒന്നേ, ഈ നിക്കണത് പെരുങ്കള്ളനാണ്. രണ്ടേ, മാമി അലമാരയുടെ ബാക്കിൽ മോട്ടിക്കാൻ വേണ്ടി കയറി നിന്നിട്ട് നിന്റെ വീഡിയോ എടുത്ത് ടിവിയിൽ കാണിക്കൂന്ന് പറഞ്ഞു അല്ലേ? മാമിക്ക് എങ്ങനെ മനസ്സിലായത്? പപ്പ ഇപ്പൊ നിനക്ക് ഷോക്ക് അടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഷോക്കാ? നിനക്ക് എന്തോ മാനസിക കുഴപ്പമുണ്ടെന്നൊക്കെ കൊച്ചു പറഞ്ഞു. നമുക്ക് ആശുപത്രി പോവാം. എനിക്കെന്താ മാനീസ്? ചെറുതായിട്ടൊരു ഇത് വരുന്നതാ. ഇവിടെ ചെറുതായിട്ട് മെന്റലായിട്ട് എങ്ങനെയൊക്കെ കണ്ടമാ ചൂട് തല കയറി ഇളകിയ മാമന് ഇല്ല. നിങ്ങൾക്ക് പ്രാന്തുണ്ട്. ഞാൻ പറഞ്ഞത് ആരെങ്കിലും കേൾക്കാണ്ടാണ് ഇവിടെ. എനിക്ക് ഒരു വിഷയമില്ല. ഉണ്ട്, ചെറുതായിട്ടുണ്ട്. അമ്മ ഞാൻ കാണിക്കട്ടെ, ജോലി വല്ലതും ചെയ്യാറുണ്ടോ? ഇവൻ പണിയൊക്കെ എടുക്കും, കുഴപ്പമില്ല. കരിയിലെ കുട്ടി എന്തെങ്കിലും ചെയ്യാറുണ്ടോ? കരിയിലേക്ക് കൂട്ടിയിട്ട് കത്തിച്ച് ആവി പിടിക്കും. അപ്പൊ അതിന്റെ കൂടെ അവൻ കഞ്ചാവ് വലിച്ചിട്ടുണ്ട്. ഇത് മെന്റൽ ഒന്നും ഇവൻ കഞ്ചാവാണ്. കഞ്ചാവ് വലിക്കത്തില്ലടാ നീ? നിന്റെ അച്ഛനാണ്. അമ്മ അച്ഛൻ അമ്മ ഇനി ഒന്നും നോക്കണ്ട. എഴുന്നേക്കടാ. എത്രയും പെട്ടെന്ന് ഒരു വണ്ടി വിളിച്ച് ഡി-അഡിക്ഷൻ സെന്ററിൽ അവനെ കൊണ്ടുപോകണം. അതിനുശേഷം ഞാനും എന്റെ അമ്മയും മാത്രം ഇവിടെ അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കുന്നു. അടിച്ചു പൊളിക്കാൻ പറഞ്ഞാണ് എന്റെ ചെവിക്കലിന് അടിച്ചേക്കുന്നത്. സ്വന്തം മോനെയാണ് അമ്മ ചെവിക്കലിന് ഇങ്ങനെ അടിക്കുന്നത്. സ്വന്തം മോൻ ഞാൻ ആര് പറഞ്ഞു? എടാ, ഒരു പെറ്റകളൊക്കെ സ്വന്തം മക്കളെ കണ്ടാ തിരിച്ചറിയാൻ പറ്റും, അറിയാമോ? അപ്പൊ ഇവിടെ ചോറ് കൂട്ടിയതും പാട്ട് പാടിയതൊക്കെയോ? അയ്യോ, അതൊക്കെ നീ എവിടം വരെ പോയി തുള്ളൂന്ന് അറിയാൻ വേണ്ടി ഞാൻ കാണിച്ചു കൂട്ടിയതല്ലേ? ആണോ? അപ്പൊ ഞാൻ കള്ളനാണെന്ന് മനസ്സിലായ? ആ, മനസ്സിലായി. അല്ല, കാരണവന്മാരായിട്ടോ എനിക്കൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. ഇങ്ങനെ കട്ടും മോട്ടിച്ചും വല്ല നിന്നൊക്കെ ജീവിക്കുന്നു. നീ ഇനി കക്കാനും മോട്ടിക്കാനും ഒന്നും പോകണ്ട. നിനക്ക് നല്ലൊരു ജോലി ഒന്ന് ചെയ്യാൻ പറ്റുമോ? എവിടെ? ഇവിടെ, ഈ വീട്ടില്. ഇവിടെയോ? എടാ, മാമി പറഞ്ഞ മനസ്സിലായില്ലേ? എടാ, ഞാൻ പണ്ട് മാമിയോടെ എർത്തായിട്ട് ഇവിടെ കൂടിയില്ലേ? അതുപോലെ മാന്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാമെങ്കിൽ നിനക്കൊരു ജോലി തരാന്ന് മാമി. ഞാനൊരു മുഴുത്ത കള്ളനല്ലേ? നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നേ? എടാ, നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരുടെ ഇടക്ക് ഞാൻ ഇങ്ങനെ നിന്ന ഞാൻ സേഫ് അല്ലേ? വേറെ ഏത് കള്ളം വന്ന് എന്നെ പിടിച്ചോണ്ട് പോകാൻ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു 4 പേർ കൂടി ജോലി കൊടുക്കണം. അതാർക്കൊക്കെ? തട്ടും പുറത്ത് എന്റെ ഭാര്യയും 3 മക്കളുണ്ട്. അവരെയും കൂടി ഇങ്ങോട്ട് വിളിക്കണ്ട. കൂട്ടത്തോടെ കൊണ്ടുവന്നാടാ. കുടുംബത്തോടെ ഉള്ള മോഷണമാണ് മാമി. ഓ, അമ്പട കള്ള. നല്ല കൈയടി. കുഴപ്പമില്ലായിരുന്നു. സബ്ജക്റ്റ് നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ ഒരു തോന്നൽ വന്നു. ഇങ്ങനെ ഒരു കള്ളൻ ഒളിച്ചിരിക്കുന്നു, അത് കേൾക്കുന്നു, എന്നിട്ട് അതവിടെ അഭിനയിക്കുന്നു. കാര്യം നമുക്കിതിൻ്റെ ക്ലൈമാക്സ് തുടക്കത്തിലേ തന്നെ കിട്ടി. നിങ്ങൾ 3 പേരും ഉള്ളത് വൃത്തിയായിട്ട് ചെയ്തു കേട്ടോ, അതില്ല എന്ന് പറയാൻ പറ്റുകയില്ല. ഉള്ളത് നല്ല വൃത്തിയായിട്ട് ചെയ്തു. തമാശയുടെ ഒരു പോരായ്മ ഇതിലുണ്ട്. തമാശ അങ്ങോട്ട് ഉണ്ടായിരുന്നെങ്കിൽ പഴയ സാധനമാണെങ്കിലും നമുക്ക് ചിലപ്പോൾ കളിച്ച് കയറ്റി എടുക്കാമായിരുന്നു. തമാശയുടെ പോരായ്മയാണ് കണ്ടത്. അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കണം. തമാശ നമുക്ക് വേണം, തമാശയാണ് ആവശ്യം. അതിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം ചിരി നിറച്ചു കൊണ്ടുവരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. 3 പേര് നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് നല്ല എനിക്ക് ടോട്ടലി നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ പരിപാടി രസകരമായിരുന്നു. അതായത് ബിജു വർഗീസും ദീപ്തിയായിട്ടുള്ള തുടക്കത്തിലൊരു കാര്യം, പിന്നെ ദീപ്തി താരാട്ടുപാടി ഉറക്കുന്ന ഒരു സാധനത്തിലേക്ക് വന്ന് സുധീഷ് വന്ന് കള്ളനായി പിടിക്കപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോയി. പിന്നെ പറയുന്നത് പോലെ നമുക്ക് എന്താ പറയുക, കൗണ്ടറുകളുടെ ഹ്യൂമറിൻ്റെ ചെറിയൊരു കുറവുണ്ട്. മാർക്ക് കുറഞ്ഞാലും എനിക്ക് തോന്നുന്നു അതാണ്. ബാക്കിയുള്ള പ്ലേ ഒക്കെ നന്നായിരിക്കുന്നു. നന്നായിട്ട് നിങ്ങൾ ചെയ്തു. അപ്പോൾ അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ് 3 പേർക്ക്. താങ്ക് യു ചേട്ടാ. ഈ പറയുന്ന പോലെ എവിടെയൊക്കെയോ കണ്ട ഒരു ഫോർമാറ്റ്, നമുക്ക് ആ പ്ലോട്ട് നമ്മൾ എവിടെയോ കണ്ടതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ ഇൻസ്പയർ ആയിട്ട് നമുക്ക് ത്രെഡുകൾ കൊണ്ടുവന്ന് സ്കിറ്റ് ചെയ്യുന്നതിനകത്തൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ നമുക്ക് വേണ്ടത് ചിരിയാണ്. ആ ചിരി ഇന്ന് വേണ്ടത്ര സാധാരണ നിങ്ങളുടെ സ്കിറ്റിൽ ഉണ്ടാവുന്നത്ര രീതിയിലുള്ളൊരു ചിരി കൗണ്ടറുകൾ വന്നില്ല. നല്ല പ്ലേ ഉണ്ടായിരുന്നു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അത് പിന്നെ നിങ്ങൾ 3 പേര് ഉഗ്രൻ ആക്ടേഴ്സ് ആയതുകൊണ്ട് നിങ്ങളത് ഗംഭീരമായിട്ട് അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം പിടിച്ച് നിങ്ങൾ മനോഹരമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തു. പക്ഷേ
സാധാരണ നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു പൊട്ടിച്ചിരി ഇന്ന് എവിടെയൊക്കെയോ മിസ് ചെയ്തായിരുന്നു. നെക്സ്റ്റ് ടൈം കുഴപ്പമില്ല, എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആവുമല്ലോ. നെക്സ്റ്റ് ടൈം വരുമ്പം അതൊക്കെ മാറ്റിയിട്ട് അടിപൊളി പരിപാടിയായിട്ട് വരണം. ഓക്കെ, ഓൾ ദി വെരി താങ്ക് യു താങ്ക് യു ഷാജു ചേട്ടാ. അപ്പോൾ പ്രചോദന ഇതിന്റെ മാർക്സ്. ഓക്കെ, ഞാൻ ഒരു 8,000 രൂപ കൊടുത്തു. 8,000 രൂപ ഷാജു ചേട്ടാ. ഞാനും കുറയ്ക്കുന്നില്ല, ഞാനും ഒരു 8,000 കൊടുക്കും. ടോട്ടൽ 16,000 രൂപ നസീർക്ക. അപ്പൊ പിന്നെ ഞാൻ കുറച്ചിട്ട് കഥയില്ലല്ലോ, ഇതാ എന്റേത് ബാക്കിയുള്ളത്. ടോട്ടൽ എമൗണ്ട് യെസ് 40,000 രൂപ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീര ഐറ്റമായിട്ട് വന്നിട്ട് കുറെ കാശ് വാങ്ങിക്കണം. ഓക്കെ, ശരി. അപ്പോ ഇന്നത്തെ സമയം ഏതാണ്ട് നില കഴിഞ്ഞു. ഇനി നമുക്കൊക്കെ വീട്ടിൽ പോകണം. ഓക്കെ, നന്നായിട്ട് ചിരിച്ചു, ഒരുപാട് നല്ല സ്കിറ്റുകളൊക്കെ വന്നു. നമുക്കൊരു സ്പെഷ്യൽ കൈയടി ഇവർക്ക് തന്നെ കൊടുക്കണം. കൊല്ലം മുഖത്തല എന്ന് പറയുന്ന സ്ഥലത്ത് തൃക്കോവിലോട്ടം എന്ന് പറയുന്ന ആ പ്രദേശത്തെ ഹരിതകർമ്മസേനയിലെ നല്ല നല്ല ചേച്ചിമാരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണും. അതുവരെ നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് നാളെ ചിരിക്കാനായിട്ട് പൂർവാധിക ശക്തിയുള്ളവ. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.